എൻ്റെ നല്ലയമ്മ. രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന ആയുധമാണ് മറിയമേ നിന്നോടുള്ള ഭക്തി. ഇടുക്കി രൂപതയിലെ വൈദികനും ഇപ്പോൾ രൂപതാധ്യക്ഷൻ്റെ സെക്രട്ടറിയും രൂപതയിലെ വൈസ് ചാൻസലറുമായി സേവനം ചെയ്യുന്ന ഫാദർ ജോർജ് മുള്ളൂർ തൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുമായുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് നമ്മോട് പങ്കുവയ്ക്കുന്നു. ചെറിയ ചെറിയ ജീവിതാനുഭവങ്ങളിലൂടെ ക്രമാനുഗതമായി വളർന്നു വന്ന മരിയ ഭക്തിയാണ് ഈ വൈദികന്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. യഥാർത്ഥ മരിയഭക്തി എന്ന ലൂയി ഡി മോൺഫോർട്ടിൻ്റെ പുസ്തകം വായിക്കാനായിട്ട് ഇടയായി. അപ്പോൾ അതിൽ ജോൺ ഡമഷീൻ എന്ന വിശുദ്ധൻ്റെ ഒരു വാക്യം ആലേഖനം ചെയ്തിട്ടുണ്ട്. അതിപ്രകാരമാണ്: മറിയമേ, രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന ആയുധമാണ് നിന്നോടുള്ള ഭക്തി. രക്ഷ പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, ദൈവം ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് നൽകുന്ന ആയുധമാണ് നിന്നോടുള്ള ഭക്തി. ഇത് എന്നെ വളരെ സ്വാധീനിച്ചതും ഞാൻ ഏറെ ചിന്തിച്ചതും ഒരു വചനമാണ്. ഇന്ന് ഈ എൻ്റെ നല്ല അമ്മ എന്ന ശാലോമിലെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ നമ്മളെ വളർത്തുന്നവരാണ്. ദൈവം ആഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ച് കൂട്ടിയതാണ്. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതി ഉണ്ടാവട്ടെ. എൻ്റെ ജീവിതകാലത്തെ പരിശുദ്ധ അമ്മയോട് ഭക്തിയിൽ എന്നെ വളർത്തിയതിൽ ദൈവമാണ് എല്ലാറ്റിലും ആത്യന്തികമായിട്ട് നിൽക്കുന്നത്. ദൈവം നടത്തിയ വഴിയാണ്, പരിശീലിപ്പിച്ച വഴിയാണ്, എളുപ്പ വഴിയാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതാണ് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി. അത് ക്രമാനുഗതമായിട്ട് വികസിച്ച് വന്നതാണ്. ചെറുപ്പത്തിൽ ഇല്ലെങ്കിൽ ഒരു പ്രത്യേക സംഭവത്തിലൂടെ ദൈവം കൂട്ടിച്ചേർത്തതല്ല, ഒരുപാട് സംഭവങ്ങൾ കൂട്ടിച്ചേർത്ത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ എന്നെ വളർത്തിയതാണ്. അത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ എൻ്റെ വീട്ടിലെ ആറാമത്തെ മകനാണ്, ആറാമത്തെ കുട്ടിയാണ്. അപ്പോൾ എൻ്റെ ചേട്ടന്മാർ, ചേച്ചിമാർ ഒക്കെ എന്നെക്കാൾ മൂത്തവരാണ്. അവരുടെ കുട്ടികളൊക്കെ ഏതാണ്ട് എൻ്റെ ഒപ്പം പ്രായമുണ്ട്. അഞ്ചാമത്തെ മകൻ കഴിഞ്ഞിട്ട് ആറാമത്തെ ഞാനുണ്ടാകുന്ന ഏതാണ്ട് 12 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ എൻ്റെ ഏറ്റവും മൂത്ത ചേട്ടൻ്റെ മകന് എൻ്റെ അത്ര തന്നെ പ്രായം, എന്നെക്കാൾ ഒരു വയസ്സ് മൂത്തതാണ് സത്യത്തിൽ. അപ്പോൾ എൻ്റെ ചേട്ടന്മാർ, ചേച്ചിമാരൊക്കെ എനിക്ക് ഉപദേശം നൽകിയവരാണ്. ചേട്ടത്തിമാർ എനിക്ക് ഉപദേശം നൽകിയത്, ചേട്ടൻ്റെ ഭാര്യമാർ എനിക്ക് ഉപദേശം നൽകിയവരാണ്. അവരൊക്കെ എന്നെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ വളർത്തിയതുണ്ട്. ഒരു ചേച്ചി എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ ചെറുപ്പകാലത്ത് കളിക്കാനൊക്കെ പോകും, ക്രിക്കറ്റൊക്കെ കളിക്കും. അപ്പോൾ ഈ ഹൈ റേഞ്ച് പ്രദേശമൊക്കെ ആയതുകൊണ്ട് തന്നെ മാങ്കുളമാണ് എൻ്റെ വീട്, ഇടുക്കി ജില്ലയിലെ മാങ്കുളം. അപ്പോൾ കളിക്കാനൊക്കെ പോകുമ്പോൾ ക്രിക്കറ്റൊക്കെ കളിച്ച് ബോളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്തും, കുറേ തപ്പും, അവസാനം കണ്ടെത്താതെ വരുമ്പോൾ സങ്കടത്തോടെ തിരിച്ചു വരുമ്പം ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഈ മാതാവിനോട് പ്രാർത്ഥിക്കുക, ഒരു 33 എത്രന്തേള മാതാവൊക്കെ ചെല്ലി ബോളൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ 33 എത്രന്തേള മാതാവെ ചെല്ലി പ്രാർത്ഥിച്ചു. അതൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബോൾ കിട്ടും. അപ്പം ഒരു സന്തോഷമാണ്. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ ഫലം ഉണ്ടാവും എന്നുള്ള ബോധ്യം അത് ചെറുപ്പകാലത്ത് നമുക്ക് കിട്ടും. നമ്മുടെ ആവശ്യങ്ങളിലാണല്ലോ ദൈവം ഇടപെടുന്നത്. പരിശുദ്ധ അമ്മ അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നീട് സെമിനാരിയിലൊക്കെ ചേർന്നു. അത് കഴിഞ്ഞപ്പോഴും വളരെ സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. സെമിനാരിയിലെ ഒരു സംഭവമാണെങ്കിൽ എൻ്റെ ആൻറ്റി, സിസ്റ്ററാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞൊരു സംഭവം ഞാൻ ഓർക്കുകയാണ്. അപ്പം ആൻറ്റിയുടെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ആൻറ്റി പറഞ്ഞു, 101 എത്രന്തേള മാതാവെ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യവും അമ്മ സാധിച്ചു തരും. അപ്പോൾ ഇത് കേട്ട് ഞാനിതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ആവശ്യ നേരത്ത് ഞാനിത് ഓർത്തു. അപ്പോൾ അത് എനിക്കൊരു യാത്ര പോകണമെന്ന് വലിയ ആഗ്രഹം. മൈനസ് സെമിനാരി ചേർന്ന ഫസ്റ്റ് ഇയറാണ്. അപ്പം ആ വർഷം ഞങ്ങളധികം യാത്രയൊന്നും ചെയ്തിട്ടില്ല, ഹൈ റേഞ്ച് പ്രദേശമൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ മൂവാറ്റുപുഴയ്ക്ക് പോകണമെന്നൊരു ആഗ്രഹം. അപ്പോൾ അങ്ങനെ പോകാനൊരു ചാൻസ് കിട്ടി. അപ്പോൾ ഞാനാണ് പോകേണ്ടത്.
ബ്രദേഴ്സിൽ എനിക്കാണ് അവസരം കിട്ടിയത് പോകാനായിട്ട്. ബാക്കി ആർക്കും കിട്ടാത്തൊരവസരം എനിക്ക് കിട്ടി. മൂവാറ്റുപുഴ വരെ ഒരു കാറിന് യാത്ര ചെയ്യാനൊരവസരം, ബസ്സിനല്ല, ഒരു അച്ഛൻ്റെ കൂടെ ഒരു കാറിന് യാത്ര ചെയ്യാൻ അവസരം. അപ്പോൾ ഈ ദിവസം തീരുമാനിക്കപ്പെട്ട അന്നാണ് അറിയുന്നത്, അന്ന് ഒരു മീറ്റിംഗ് അവിടെ നടക്കാറുണ്ട്. അപ്പോൾ ആ മീറ്റിങ്ങിൽ എനിക്കൊരു റോളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമുണ്ട്. അപ്പോൾ ആ പ്രോഗ്രാം എന്നെക്കൊണ്ട് തന്നെ ചെയ്യണം, ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് എന്നോട് റക്ടച്ചൻ പറഞ്ഞു, അങ്ങനെയാണ് നമുക്ക് വേറൊരാളെ മൂവാറ്റുപുഴയ്ക്ക് വിടാം, എന്നിട്ട് ബ്രദർ ഇവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ സങ്കടം, കാരണം മൂവാറ്റുപുഴയ്ക്ക് പോകാനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഒരു യാത്ര നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ സങ്കടത്തോടുകൂടി ഇരുന്നു. എങ്കിലും ഞാൻ സമ്മതിച്ചു. അപ്പോൾ രാത്രിയിൽ ഞാനൊരു കാര്യം ചെയ്തു. ആൻറ്റി പറഞ്ഞൊരു കാര്യം ഓർത്തു, സിസ്റ്റർ ആൻറ്റി പറഞ്ഞൊരു കാര്യം ഞാനിങ്ങനെ ഓർത്തു, 101 എത്രയും തേളമാതാവ് ചെല്ലിങ്ങ് പ്രാർത്ഥിക്കാം, അമ്മ ഇടപെടും. അപ്പോൾ ഞാൻ രാത്രിയിൽ എല്ലാവരും കിടന്ന ശേഷവും ഒക്കെ, അല്ലാത്ത സമയങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചെങ്കിലും തീർന്നില്ല. അപ്പോൾ രാത്രിയിൽ എല്ലാവരും കിടന്ന ശേഷം ഒക്കെ എത്രയും തേളമാതാവ് ചെല്ലി ഞാനൊരു 101 എണ്ണം പൂർത്തിയാക്കി കിടന്നുറങ്ങി. രാവിലെ എണീറ്റപ്പോൾ കേൾക്കുന്ന കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് കുർബാന കഴിഞ്ഞപ്പം ഭക്തജൻ പറയുകയാണ്, നമ്മുടെ ഇന്നത്തെ മീറ്റിംഗ് നമ്മുടെ വിശിഷ്ട അതിഥി വരികയല്ലാത്തത് കൊണ്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്, അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുന്നു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല, അതുപോലെ സന്തോഷം. കാരണം അതൊരിക്കലും മാറിപ്പോകും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഇനി ഒരാൾ വരികയല്ലെന്ന് പറഞ്ഞൊരു മീറ്റിംഗ് മാറ്റി വെക്കുമെന്നും നമ്മൾ കരുതിയില്ല. പക്ഷേ അങ്ങനെ ഒരു സംഭവം സംഭവിച്ചു. റക്ടറച്ചൻ തീരുമാനിച്ചു, മീറ്റിംഗ് വേണ്ട, വിശിഷ്ടാതിഥി വരുന്ന വേറൊരു ദിവസം, അതിൻ്റെ മോഡറേറ്ററാണ്, അപ്പോൾ അദ്ദേഹം വരുന്ന ഒരു ചർച്ചയൊക്കെയാണ്, അപ്പോൾ അത് വരുന്ന ദിവസം നമുക്കത് നടത്തിയാൽ മതി, അപ്പോൾ അതുകൊണ്ടത് മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ എനിക്ക് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വളരാനായിട്ടിടയായ ഒരു സംഭവമാണ്. അങ്ങനെ അനേകം സംഭവങ്ങളിലൂടെ പല അബദ്ധങ്ങൾ നമ്മൾ കാണിക്കും. അബദ്ധങ്ങളൊക്കെ നേരെ ആവണമെങ്കിൽ വിചാരിച്ചാൽ അത്ര എളുപ്പമല്ല. പക്ഷേ 101 എത്രയും തേളമാതാവ് ചൊല്ലി നമ്മളങ്ങ് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ആ അബദ്ധം ശരിയായി, ഇല്ലെങ്കിൽ അതൊരു നന്മയായിരുന്നു എന്നുള്ള രീതിയിൽ അത് തിരിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളിൽ, ചെറിയ അനുഭവങ്ങളിലൊരു ചെറുപ്പകാലം തൊട്ട് വളർത്തപ്പെട്ടു. മേജർ സെമിനാരിയിൽ ചെന്നു. അപ്പോൾ അവിടെയും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഭക്തിയിൽ വളരാനായിട്ട് ഇടയായി. എൻ്റെ ഇടവക ദേവാലയം പരിശുദ്ധ അമ്മയുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. മാങ്കുളം സെൻറ്റ് മേരീസ് ദേവാലയം 8 നോമ്പ് തിരുനാൾ വളരെ ആഘോഷമായിട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ തിരുനാൾ ആഘോഷത്തിലൊക്കെ ചെറുപ്പം മുതൽ പങ്കെടുത്ത് വരുമ്പോഴും, ജപമാല പ്രാർത്ഥനകളിൽ പങ്കെടുക്കുമ്പോൾ, ജപമാല പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുമ്പോഴും ഒക്കെ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി വളരാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദൈവം വെളിപ്പെടുത്തി തന്ന ഒരു ഭക്തിയാണ് മരിയ ഭക്തി എന്നുള്ളത്. എൻ്റെ ജീവിതത്തിലും ദൈവം ആഗ്രഹിച്ച് വളർത്തിയതാണ് മരിയ ഭക്തി. അല്ലാതെ എൻ്റെ ഒരു ജീവിതത്തിൽ എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ മനസ്സിലാക്കി, എൻ്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വളർത്തിയെടുത്തതൊന്നും അല്ല, മറിച്ച് ദൈവം എനിക്ക് പടിപടിയായിട്ട് വളർത്തി തന്ന ഒരു ഭക്തിയാണ്. അത് നിങ്ങളെല്ലാവരും അങ്ങനെയാണ്. ഇന്ന് ഈ പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണ്. ഈ പ്രോഗ്രാമിൽ എന്നെ ശ്രവിക്കുന്നെങ്കിൽ ദൈവം ഒരുക്കിയ അവസരമാണിത്. ദൈവത്തിന് നന്ദി പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഭക്താഭ്യാസങ്ങളിലൂടെ മരിയഭക്തിയിൽ വളർന്നു വന്ന അച്ഛന് താൻ ആയുധമായി കണ്ട ഓരോ പ്രാർത്ഥന വഴിയും ജീവിതത്തിൽ പരിവർത്തനം വരുന്നതായി അനുഭവിക്കാൻ കഴിഞ്ഞു. മറിയമേ, ഞാൻ പൂർണ്ണമായും നിന്റേതാണ് എന്ന് ഈ വൈദികൻ ഹൃദയത്തിൽ നിന്നും ഏറ്റുപറയുകയാണ്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ എന്നെ വളർത്തുന്നതിൽ ഒരുപാട് ആളുകൾ നിർണായക സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്താഭ്യാസങ്ങളിൽ കേട്ടതൊക്കെ ഞാൻ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ദൈവം അനുവദിച്ച് കേൾക്കാനായിട്ടിടയായി. അതിൽ പ്രധാനപ്പെട്ട ചിലതാണ് നന്മ നിറഞ്ഞോറി എന്ന പ്രാർത്ഥന. ഇപ്പോൾ പ്രസംഗിക്കുന്നതിനൊക്കെ മുമ്പ് നന്മ നിറഞ്ഞോറിയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ ഞാൻ ഇടവകയിൽ ചെന്നു, കൊച്ചച്ഛനായിട്ടാണ്, ആദ്യത്തെ ഇടവക പള്ളിയാണ്. പക്ഷേ എനിക്ക് നന്മ നിറഞ്ഞോറിയും പ്രസംഗത്തിന് മുമ്പ് പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ സങ്കടപ്പെടുമായിരുന്നു. എന്നിട്ട് ഞാൻ പ്രസംഗക്കുറിപ്പിൻ്റെ ഏറ്റവും മുകളിലൊക്കെ നന്മ നിറഞ്ഞോറി എഴുതിക്കൊണ്ട് പോകും, അത് ഓർക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്നാലും പ്രസംഗം തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയും, ഈശോയിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ. അതിനുശേഷം പ്രസംഗം തുടർന്നു പോകും. പിന്നെ ഇടയ്ക്ക് പറയാനും പറ്റിയില്ല. അങ്ങനെ നന്മ നിറഞ്ഞോറിയും ചെല്ലാത്തതിൻ്റെ സങ്കടത്തിൽ ഞാനിങ്ങനെ പ്രസംഗങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം രാജാക്കാട് പള്ളിയിൽ ഞാൻ കൊച്ചച്ഛനായിരിക്കുന്ന സമയത്താണ്. അപ്പോൾ പ്രസംഗം തുടങ്ങുകയാണ്. പെസഹ വ്യാഴാഴ്ചയാണ്, അത് ഞാൻ കൃത്യമായിട്ട് ഓർത്തിരിപ്പുണ്ട്. പെസഹ വ്യാഴാഴ്ചയാണ്. അപ്പോൾ അന്ന് വികാരിച്ചൻ എന്നെയാണ് പ്രസംഗിക്കാൻ ഏൽപ്പിച്ചത്. അപ്പോൾ ഞാൻ പ്രസംഗം ആരംഭിച്ചു. മിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ എന്ന് പറയുകയും കറണ്ട് പോയി. UPS ഒന്നും ഇല്ലായിരുന്നു.
ജനറേറ്റർ പോയി അടിച്ചിട്ട് വരണം. അപ്പോൾ അത്ര ഒരു സമയമുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു നന്മ നിറഞ്ഞു പറയും ചെല്ലും. അപ്പോൾ ഞാൻ നന്മ നിറഞ്ഞു പറയും എന്ന പ്രാർത്ഥന ചെല്ലാൻ ആരംഭിച്ചു. അപ്പോൾ എല്ലാവരും, കാരണം 10,000 ആൾക്കാർ പള്ളിയിലിരിപ്പുണ്ട്, വലിയ പള്ളിയാണ്, 1000-ഓളം ആൾക്കാർ ഇരിക്കുന്നത്. പെസഹ വ്യാഴാഴ്ചയാണ്, ഒരുപാട് ആളുകൾ പള്ളിയിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ വയ്യ. പക്ഷേ നന്മ നിറഞ്ഞു പറയും തുടങ്ങി. അപ്പം എല്ലാവർക്കും അറിയാവുന്ന പ്രാർത്ഥനയാണ്, എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥന ചെല്ലാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ 3 നന്മ നിറഞ്ഞു പറയും ചെല്ലി അന്നേരത്തേക്കും ജനറേറ്റർ അടിച്ചു, കറണ്ട് വന്നു. അന്നത്തെ പ്രസംഗം എൻ്റെ അതുവരെയുള്ള പ്രസംഗമായിട്ട് വളരെ ഭയങ്കര വ്യത്യാസത്തിലാണ് ആ പ്രസംഗം മുന്നോട്ട് പോയത്. എനിക്ക് തന്നെ വലിയൊരു അഭിഷേകം, കേട്ട ആളുകൾക്ക് വലിയ അഭിഷേകം, അങ്ങനെ ഒരു വലിയ മാറ്റം. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തി ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരികയാണ്. നന്മ നിറഞ്ഞു പറയുന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് ഒരു പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ, അത് വിശുദ്ധ കുർബാനയ്ക്ക് ഇടയ്ക്ക് ആയിക്കോട്ടെ, പ്രസംഗം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇരട്ടി അഭിഷേകം വർദ്ധിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കാനായിട്ടിടെ. അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ എന്നൊക്കെ സുവിശേഷ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഒരു നന്മ നിറഞ്ഞോറും ചൊല്ലി അമ്മയുടെ മാധ്യസ്ഥം ചോദിച്ചാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ വചനം കൃത്യമായിട്ട് മുറിച്ച് വിളമ്പാനുള്ള വലിയൊരു വിവേകവും ജ്ഞാനവും ദൈവിക ജ്ഞാനവും ഒക്കെ ഒഴുക്കപ്പെടുന്നതായിട്ട് എനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവർക്കും അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ കേട്ട മരിയ ഭക്തിയുടെ അഭ്യാസങ്ങളൊക്കെ ഞാൻ ശീലിച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കേട്ടൊരു മരിയ ഭക്തിയുടെ ഒരു അഭ്യാസമാണ് അമ്മ ആംസ്റ്റർഡാമിൽ പഠിപ്പിച്ചൊരു പ്രാർത്ഥന. സർവ്വജനപദങ്ങളുടെയും നാഥ എന്ന നിലയിൽ അമ്മ പഠിപ്പിച്ചു, കർത്താവായ യേശു ക്രിസ്തുവെ, പിതാവിൻ്റെ പുത്ര, അങ്ങയുടെ അരൂപിയെ ഇപ്പോൾ ഭൂമിയിലേക്ക് അയക്കണമേ. എല്ലാ ജനപദങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കട്ടെ. അതുവഴി ധാർമ്മിക അധപതനം, ദുരന്തങ്ങൾ, യുദ്ധം ഇവയിൽ നിന്നും അവർ സംരക്ഷിക്കപ്പെടട്ടെ. സർവ്വജനപദങ്ങളുടെയും നാഥയായ പരിശുദ്ധ കന്യകാമറിയം ഞങ്ങളുടെ അഭിഭാഷകയായിരിക്കട്ടെ. ആമേൻ. ഈ പ്രാർത്ഥന വലിയ ശക്തിയുള്ളതാണെന്നും വലിയ ദുരന്തങ്ങൾ മാറ്റുമെന്നും ധാർമ്മിക അധപതനം മാറ്റുമെന്നും യുദ്ധങ്ങൾ തന്നെ മാറ്റിക്കളയാൻ ശക്തിയുള്ളതാണെന്നും അമ്മ പറഞ്ഞു. അപ്പോൾ ഞാനതങ്ങ് വിശ്വസിച്ചു. ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഞാൻ കേട്ട നാൾ മുതൽ ഞാനും ഇത് പ്രചരിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് ഞാനിത് പറഞ്ഞു കൊടുത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് ഞാൻ കാണാനായിട്ടിടയായി. ഒരു സംഭവം ഞാൻ കൃത്യമായിട്ട് ഓർക്കുകയാണ്. ഒരു തകർന്ന് തരിപ്പണായ കുടുംബം, എല്ലാ വിധത്തിലും തകർന്നു, ഒരു രക്ഷയില്ലാത്ത വിധത്തിൽ അവർ ഒരു ദിവസം ഇടവകയിൽ പള്ളിമുറിയിൽ കയറി വന്നു. ഒരു സഹോദരിയാണ്. അപ്പോൾ അവൾ പറഞ്ഞു, അവളുടെ കുടുംബത്തിലെ സാഹചര്യങ്ങൾ വിവരിച്ചിട്ട് പറഞ്ഞു, കുടുംബം തീർന്നു എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ സഹോദരിയോട് എനിക്ക് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്, ഹൈന്ദവ വിശ്വാസിയായ സഹോദരി, എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇടവകയിൽ വികാരിയായിട്ട് വന്നിട്ട് ഒരാഴ്ചയും കണ്ടായിട്ടുള്ള സമയം. അപ്പോൾ ഞാൻ ഒന്നും പറഞ്ഞു കൊടുത്തില്ല, മറിച്ച് ഞാൻ ചെന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് ഈ കാർഡ്, പരിശുദ്ധ അമ്മയുടെ ഈ പ്രാർത്ഥന അടിച്ചിട്ടുള്ള, ഈ സർവ്വജനപദങ്ങളുടെ നാഥ പറഞ്ഞ പ്രാർത്ഥന അടിച്ചിട്ടുള്ള ഒരു കാർഡ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് ഈ കാർഡ് ഈ സഹോദരിക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഈ പ്രാർത്ഥന 1000 പ്രാവശ്യം വെച്ച് ഒരു 3 ദിവസത്തേക്ക് അങ്ങ് ചെല്ല് എന്ന് പറഞ്ഞ് ഞാനങ്ങ് വിട്ടു. ഈ സഹോദരി പോയി ഈ പ്രാർത്ഥന, ഞാനിതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല, കാരണം ഇതെനിക്ക് വലിയൊരു വെളിപ്പെടുത്തൽ കിട്ടിയിട്ട് ഞാൻ പറഞ്ഞതൊന്നുമല്ല. എനിക്ക് അന്നേരം തോന്നിയ ആകെ ഉള്ളൊരു ഉപായം ഇതാണ്. ഞാനിതും കൊടുത്തു വിട്ടു. 3-ാമത്തെ ദിവസം ഈ സഹോദരി വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു. ഈ പ്രഭാതത്തിൽ രാവിലെ തന്നെ അവർ വന്നേക്കാണ്, ഒരു 10 മണിയൊക്കെ ആയ സമയത്ത് അവർ വന്നിട്ട് പറയുന്നു, പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കപ്പെട്ടു. ശരിക്കും ഞാൻ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല ആ പ്രശ്നം അങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന്. അവളുടെ ജീവിതത്തിലുണ്ടായിരുന്ന അതേ അവസ്ഥയിൽ 3 ദിവസം ഇല്ല 4 ദിവസം മുമ്പ് അവളുടെ ജീവിതം എങ്ങനെയായിരുന്നോ അതേ അവസ്ഥയിലേക്ക് അവളുടെ കുടുംബം തിരിച്ചു വന്നു. എല്ലാം അതിനേക്കാളും മനോഹരമായിട്ട് ആ കുടുംബം തിരിച്ചു വന്നു. കാരണം അവൾ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഈ പ്രാർത്ഥനയുടെ ശക്തി വെളിപ്പെട്ട് കിട്ടുകയായിരുന്നു. പിന്നെ ഒരു അമ്മ, എനിക്കറിയാം ഈ പ്രാർത്ഥനയെക്കുറിച്ച് കേട്ടിട്ട് അമ്മ ഈ പ്രാർത്ഥന എന്തോ ഒരു താല്പര്യം തോന്നിയിട്ട് ഈ അമ്മ വീട്ടിലൂടെ നടക്കും മുഴുവൻ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നടക്കും. ആ വീട്ടിലുണ്ടാകേണ്ടിയിരുന്ന വലിയൊരു ദുരന്തം അങ്ങ് മാറിപ്പോയി. ശരിക്കും ആ അമ്മ ആ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലായി. കാരണം കുറച്ച് കാലം, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആ കുടുംബത്തിൽ സംഭവിക്കേണ്ടിയിരുന്ന ഒരു വലിയ ദുരന്തം അത് മാറിപ്പോകുന്നതായിട്ട് ആ അമ്മയ്ക്ക് അനുഭവപ്പെട്ടു. അവർ ആ കുടുംബാംഗങ്ങളെല്ലാവരും 4-5 പേരോ ഒരുമിച്ച് ദേവാലയത്തിൽ വന്ന് അത് പറയുകയും ചെയ്തു. ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ മുതൽ കുടുംബത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഓരോരോ പ്രശ്നങ്ങളായിട്ട് അത് പൊങ്ങി വരാൻ തുടങ്ങി. ആ പ്രശ്നങ്ങളെല്ലാം ഒന്നൊന്നായിട്ട് പരിഹരിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ വലിയൊരു ദുരന്തം വരും കാലങ്ങളിൽ ആ കുടുംബത്തിലുണ്ടാകേണ്ട വലിയ ദുരന്തം മാറ്റപ്പെടുന്ന ഞാൻ കാണാനായിട്ടിടെ. അങ്ങനെ വലിയ അത്ഭുതങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ വരുന്നതായിട്ട് ഞാൻ കണ്ടു. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഉത്തരീയ ഭക്തി. ഞാനതിനെക്കുറിച്ച് കേട്ടു. ഉത്തരീയം ധരിക്കുന്നവർക്ക് നിത്യനരകം ഉണ്ടാവില്ല എന്നുള്ളൊരു വാഗ്ദാനം പരിശുദ്ധമ്മ നൽകിയിട്ടുണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. നിത്യശിക്ഷയ്ക്ക് അവർ വിധിക്കപ്പെടുകയല്ല. ചിലപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിൽ പോയേക്കാം, എങ്കിലും രക്ഷപ്പെടും. അപ്പോൾ ഞാനിത് പ്രചരിപ്പിക്കാനായിട്ട് തുടങ്ങി. ഉത്തരീയം ഞാൻ ധരിക്കാൻ തുടങ്ങി. ഞാനിതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. ഫ്രീ ആയിട്ട് ഉത്തരീയം പറയുന്ന സ്ഥലങ്ങളിലൊക്കെ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അതുപോലെ തന്നെ ഈ കാർഡ്, കർത്താവായ യേശു ക്രിസ്തു എന്നുള്ള പ്രാർത്ഥന അടിച്ചിരിക്കുന്ന കാർഡ്, അതെനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാം, നിങ്ങളുടെയൊക്കെ വീടുകളിൽ അത് ചെല്ലണം. ദുരന്തങ്ങൾ മാറിപ്പോകും, പരിശുദ്ധാത്മാവ് കുടുംബത്തിൽ നിറയും. അതുപോലെ തന്നെ ഒത്തിരി എല്ലാവരും ധരിക്കണം. പരിശുദ്ധ അമ്മ നമ്മളെ വളർത്തും. അമ്മയോടുള്ള ഭക്താഭ്യാസങ്ങൾ നമ്മളൊന്നും കുറവ് വിചാരിക്കരുത്. എനിക്കതാണ് പറയാനുള്ളത്. ഒരു ദിവസം ഒരമ്മ എന്നോട് പറഞ്ഞൊരു കാര്യം, അച്ഛനെ ഇവിടുന്ന് ഇത്ര വലിയ മാതാവിനോട് ഭക്തി കിട്ടിയത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത്ര വലിയ ഭക്തിയുണ്ടോ, എനിക്കങ്ങനെ ഒന്നും തോന്നണില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു, ആ സഹോദരി എന്നോട് പറഞ്ഞു,
അങ്ങനൊന്നുമല്ല, അച്ഛന് ഇച്ചിരി കൂടുതലുണ്ടോയെന്നും എനിക്കൊരു സംശയമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവേ, മരിയഭക്തി കൂടിപ്പോവോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, ഞാൻ വല്ലതും കൂടി എക്സ്ട്രീമായി പോവോ എന്ന് ചിന്തിച്ചു. അപ്പോൾ ആ ദിവസങ്ങളിൽ എനിക്കൊരു പുസ്തകം കിട്ടി, കൊച്ചു ത്രേസ്യയുടെ ഒരു പുസ്തകമാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് കൊച്ചു ത്രേസ്യയുടെ ഒരു കൊട്ടേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്. കൊച്ചു ത്രേസ്യ എഴുതിയിരിക്കുകയാണ്: പരിശുദ്ധ അമ്മയെ എത്ര ബഹുമാനിച്ചാലും അത് കൂടിപ്പോയെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം അവളെ അർഹിക്കുന്ന വിധത്തിൽ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് ആർക്ക് സാധിക്കില്ല. അവളെ അർഹിക്കുന്ന വിധത്തിൽ അവളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമുക്ക് ആർക്ക് സാധിക്കില്ല. അപ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കിട്ടി. ഇങ്ങനെ ഓരോ ദിവസവും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ എന്നെ വളർത്തുകയാണ്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരാരും നശിച്ചു പോവുകയില്ല. ഇപ്രകാരം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ വളരെ വലുതാണെന്ന് അച്ഛൻ ഏറ്റുപറയുന്നു. വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് ലൂയി മോൺഫോർട്ട് യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ പിശാചിനെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ് വിമല ഹൃദയ പ്രതിഷ്ഠ എന്നുള്ളതാണ്. ഞാനിതിനെക്കുറിച്ച് കേൾക്കാനായിട്ട് ഇടയായത് ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറായ ഉപ്പാണി അച്ഛൻ ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ക്രിസ്ത്യൻ കൂട്ടായ്മ നടത്തിയ ഹീലിംഗ് ഹാൻഡ്സ് എന്ന പവർ കോൺഫറൻസിൽ അച്ഛൻ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി. ഉപ്പാണി അച്ഛൻ ഇങ്ങനെ പറയുകയുണ്ടായി: യുവജനങ്ങളൊക്കെ ധ്യാനം കൂടി നന്നായി വരണമുണ്ട്, പക്ഷെ ഒരാഴ്ചത്തേക്കൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുള്ളൂ, അവരെല്ലാവരും വീണു പോവുകയാണ്. എന്താണ് ഇതിനൊരു പ്രതിവിധി എന്ന് ചിന്തിച്ചാൽ എനിക്ക് മനസ്സിലായത് ഇതാണ്: വിമല ഹൃദയത്തിന് അവരെ പ്രതിഷ്ഠിച്ചാലേ അവർക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് അച്ഛൻ പറയുകയുണ്ടായി, ചിറ്റൂർ ധ്യാനകേന്ദ്രത്തിൽ എബൈഡ് എന്ന യുവജന ധ്യാനം നടക്കുന്നുണ്ട്. അതിനുശേഷമൊക്കെ ചെയ്യുന്നത് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് കുട്ടികളെ ഒരുക്കി വിടും. അപ്പോൾ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലുന്ന 33 ദിവസത്തെ പ്രതിഷ്ഠ നടത്തി, പ്രാർത്ഥനകൾ നടത്തി 34ാമത്തെ ദിവസം പ്രതിഷ്ഠ നടത്തുന്നവരിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ടെന്ന് അച്ഛൻ പറയാനായിട്ടിടെ. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായി, ഈ വിമല ഹൃദയ പ്രതിഷ്ഠ എനിക്കും ചെല്ലണം. പക്ഷേ ഈ 33 ദിവസത്തെ പ്രാർത്ഥന എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ അന്വേഷിച്ച് നടന്നു, എന്നിട്ട് ഒരിടത്തും കിട്ടിയില്ല. വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുകയുണ്ടായി: അച്ഛൻ, ഞാൻ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യാനൊക്കെ തുടങ്ങി, പല പ്രാവശ്യം ട്രൈ ചെയ്തു, എന്നിട്ടത് പൂർത്തിയാക്കാൻ പറ്റണില്ല. അപ്പോഴാണ് ഞാൻ ഈ പ്രാർത്ഥനയെക്കുറിച്ച് അങ്ങനെ ഒരു പ്രാർത്ഥനാ പുസ്തകം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കിയത്. അപ്പോൾ ഞാൻ ഈ സഹോദരിയോട് ചോദിച്ചു, ഈ പ്രാർത്ഥനാ പുസ്തകം എനിക്കൊന്ന് കൊണ്ടുതരാമോ? അങ്ങനെ ലൂയി ഡി മോൺഫോർട്ടിൻ്റെ യഥാർത്ഥ മരിയ ഭക്തി എന്ന പുസ്തകം എനിക്ക് ലഭിക്കാനായിട്ടിടയായി. ആ പുസ്തകം ഞാൻ വാങ്ങിക്കാനായിട്ടിടയായി. അങ്ങനെ അതിലൂടെ 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠയെക്കുറിച്ച് ഞാൻ വായിച്ചു. പക്ഷേ ആദ്യം വായിച്ചപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല, ചെയ്യാനും പറ്റിയില്ല. അങ്ങനെ ഏതാണ്ട് 2 വർഷക്കാലം അതങ്ങനെ ഉറങ്ങിക്കിടന്നു. അതിനുശേഷം ഒരു സഹോദരൻ എന്നോട്, ഷൈജു എന്നൊരു സഹോദരനാണ്, അദ്ദേഹം എന്നോട് ചോദിച്ചു: അച്ഛാ, നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യണ്ടേ? ഞങ്ങളിങ്ങനെ മാതാവിൻ്റെ കൂട്ടായ്മയിലൊക്കെ ഒരുമിച്ച് കൂടാറുള്ളവരാണ്. അപ്പോൾ ഞാൻ, ഷൈചേട്ടനാണ് എന്നോട് ചോദിക്കുന്നത്, വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യണ്ടേ? അപ്പോൾ ഞാനും കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചെയ്തേക്കാം, ഇപ്രാവശ്യം നമുക്ക് ചെയ്യാം. അപ്പം പറഞ്ഞു, എന്നാൽ ഡിസംബർ 8 നമുക്ക് പ്രതിഷ്ഠ നടത്താവുന്ന രീതിയിൽ നമുക്ക് 33 ദിവസം ഒരുങ്ങാച്ച എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരിയാ, നമുക്കങ്ങനെ ഒരുങ്ങാം. അങ്ങനെ ഞങ്ങൾ ഇതിനെക്കുറിച്ച് തീരുമാനമെടുത്തു. അപ്പോൾ എനിക്കതിൻ്റെ ഒരു പ്രചോദനം വന്നു, നമ്മൾ വേളാങ്കണ്ണിയിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ച് ഒരുങ്ങണം, അതിനുശേഷം നമുക്ക് പ്രതിഷ്ഠ ആരംഭിക്കണം. അപ്പോൾ നവംബർ മാസത്തിൽ ഒരു ദിവസം വേളാങ്കണ്ണിക്ക് പോകാനായിട്ടിടയായി. എന്നിട്ട് വേളാങ്കണ്ണിക്ക് പോയിട്ട് ഒറ്റ നിയോഗമേ ഞാൻ വെച്ചുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു പ്രത്യേക ഒരു തപശ്ചര്യകളോടുകൂടിയൊക്കെ തന്നെയാണ് വേളാങ്കണ്ണി പോയത്. ഞങ്ങൾ പോയി അവിടെ പോയിരുന്ന് പ്രാർത്ഥിച്ചു. ഒരു ദിവസം മുഴുവൻ, 2 ദിവസം മുഴുവൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരു രാത്രി ചെന്നു, പിറ്റേ ദിവസം വൈകിട്ട് വരെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം തിരിച്ചു പോന്നു. ഒറ്റ നിയോഗം ഉണ്ടായിരുന്നുള്ളൂ, വിമല ഹൃദയ പ്രതിഷ്ഠ എന്ന് പൂർത്തിയാക്കാനായിട്ട് സാധിക്കണം. പിന്നെ ഈ 33 ദിവസത്തെ പ്രതിഷ്ഠ ആരംഭിച്ചു. 33 ദിവസവും മറ്റ് പരിപാടികളൊക്കെ ഒഴിവാക്കി, പൊതു പരിപാടികൾക്കൊന്നും പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. യാത്രകളെല്ലാം ഒഴിവാക്കി, ദേവാലയത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സമയം കണ്ടെത്തി. ജപമാലകൾ കൂടുതൽ ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ വിമല ഹൃദയ പ്രതിഷ്ഠ ഡിസംബർ 8 കഴിഞ്ഞ വർഷം 2017 ഡിസംബർ 8 പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. ഒരു വലിയൊരു ആനന്ദമായിരുന്നു. വിമല ഹൃദയ പ്രതിഷ്ഠ നടന്ന ശേഷം വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ശുശ്രൂഷ മേഖലകളിൽ വലിയ തുറവികൾ കിട്ടിയെന്നുള്ളതാണ്. അണക്കര മരിയൻ ധ്യാന കേന്ദ്രമായിട്ട് അതിന് മുമ്പ് തന്നെ ബന്ധമുണ്ടായിരുന്നു. 3 വർഷക്കാലമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ അങ്ങ് നടന്നത് മുതൽ പുതിയ ശുശ്രൂഷകൾ ഡൊമിനികച്ചൻ ഏൽപ്പിക്കാൻ തുടങ്ങി, ഒരുക്ക ധ്യാനങ്ങൾ ഏൽപ്പിക്കാൻ തുടങ്ങി, അതിനൊക്കെ പോകാനായിട്ട് അവസരങ്ങൾ ഒരുക്കപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവിടെയൊക്കെ കടന്നു ചെല്ലാനായിട്ട് സാധിക്കുമ്പോഴും പിന്നെ ഒരു ആത്മവിശ്വാസം, കൂടുതൽ സമയം ആളുകളെ കാണുന്നതിനും, കൂടുതൽ വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ, അതായത് പ്രശ്നകരമായ കേസുകളിൽ ഇടപെടാനുള്ള ഒരു വലിയ ധൈര്യമൊക്കെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തതിന് ശേഷം ലഭിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിൻ്റെ സമയമായിരുന്നു ശരിക്കും ഈ വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ സാധിച്ചതെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്.
അതുപോലെ തന്നെ വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ശേഷം വീണ്ടും വേളാങ്കണ്ണിയിൽ ഡിസംബർ 25-ാം തീയതി തന്നെ പോകാനായിട്ട് ഇടയായി. അതൊരു വലിയ ദൈവാനുഭവമായിരുന്നു. വീണ്ടും പോയി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞ് അമ്മയുടെ മകനാണെന്ന് വേളാങ്കണ്ണി പള്ളിയിൽ പോയിരുന്ന് വീണ്ടും ഒരിക്കൽ കൂടി വിമല ഹൃദയ പ്രതിഷ്ഠ നവീകരിക്കാനൊക്കെ ഇടയായത് വലിയൊരു ദൈവാനുഗ്രഹമായിരുന്നു, വലിയൊരു ബലമായിരുന്നു. ഇന്നും പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന് പറയാനായിട്ട് സാധിക്കും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയൊക്കെ പറഞ്ഞതുപോലെ, ലൂയി മോൺഫോർട്ട് പറഞ്ഞതുപോലെ, മറിയമേ ഞാൻ പൂർണ്ണമായി നിൻ്റേതാണെന്ന് പറയാനായിട്ട് ഒരു ധൈര്യം നമുക്കുണ്ട്. പരിശുദ്ധ അമ്മയുടെ മകനാണെന്ന് പറയുന്നതിൽ ഒരു അഭിമാനമുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ എനിക്ക് ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത് ഇത് തന്നെയാണ്. നിങ്ങൾ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്യണം. 33 ദിവസം ഒരുങ്ങണം. ഇത് 3 ഘട്ടമാണ്. 12 ദിവസത്തിൻ്റെ ആദ്യത്തെ ഘട്ടം, പിന്നെ 3 ആഴ്ചകളുള്ള ഒരു ഘട്ടം. അങ്ങനെ 33 ദിവസം ഒരുങ്ങി പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയിരുന്ന പുണ്യങ്ങൾ നമ്മളിലേക്ക് പകരപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലൂർദ് എന്നത് അച്ഛൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമായിരുന്നു. ഈ ആഗ്രഹം പരിശുദ്ധ അമ്മ കണ്ടറിഞ്ഞ് നിറവേറ്റിത്തന്ന അനുഭവം അച്ഛൻ പങ്കുവയ്ക്കുന്നു. തൻ്റെ മക്കളുടെ ആഗ്രഹങ്ങളിൽ പരിശുദ്ധ അമ്മ കടന്നു വരുമെന്ന് ഈ അനുഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സെമിനാരി കാലം തൊട്ട് എൻ്റെ ഉള്ളിൽ ഉദിച്ച ഒരു ആഗ്രഹമാണ് ലൂർദിലൊന്ന് പോകണം. അപ്പോൾ അത് മറ്റച്ഛന്മാരൊക്കെ പറഞ്ഞ്, ലൂർദിൽ പോയ ഒരച്ഛൻ പറഞ്ഞ് കേട്ട് എൻ്റെ ഉള്ളിലുണ്ടായ ഒരു ആഗ്രഹമാണ് ലൂർദിലൊന്ന് പോകണം. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണല്ലോ, അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വല്ലപ്പോഴുമൊക്കെ ഓർക്കുമ്പോൾ ഒന്ന് പോകാൻ പറ്റിയായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ഓർക്കും. പിന്നെ ഞാൻ ഇടയ്ക്ക് പ്രാർത്ഥിക്കും, ഈശോയോട് പറയും, വിശുദ്ധനാട് പോകുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം ലൂർദിലൊന്ന് പോകണം, അല്ലെങ്കിൽ അതുപോലെ ഫാത്തിമ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്ന് പോകണം. ലൂർദാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് ഞാൻ അന്ന് കണ്ടിരുന്നു. അപ്പോൾ ലൂർദിൽ പോകണമെന്നൊരു ആഗ്രഹം വെച്ച് ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കും. ഇനി എവിടെയെങ്കിലുമൊക്കെ പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് കഴിഞ്ഞ വർഷം ശാലോമിൻ്റെ കൂട്ടത്തിൽ ഗ്ലോറി ഓഫ് യൂറോപ്പ് എന്ന പേരിൽ യൂറോപ്യൻ തീർത്ഥാടനം, അതായത് എല്ലാ മരിയൻ സെൻറ്ററുകളിൽ കൂടെയും പോകാനായിട്ട് ഇടയായി എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അത് പരിശുദ്ധ അമ്മ തന്ന വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കണ്ടാണ്. അപ്പോൾ ലൂർദിൽ ചെന്നപ്പോൾ സംഭവിച്ചൊരു പ്രത്യേക കാര്യം പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ലൂർദിൽ പരിശുദ്ധ അമ്മ ബർണദീത്തോട് പറഞ്ഞ 2 കാര്യങ്ങളാണ്. അപ്പോൾ അതിലൊന്ന്, ആ അത്ഭുത നീരുറവയിൽ നിന്നും വെള്ളം എടുത്ത് കുടിക്കണം. രണ്ടാമത്, അത്ഭുത നീരുറവയിലെ വെള്ളത്തിൽ കുളിക്കണം. അപ്പോൾ ഇതിന് രണ്ടിനുമുള്ള അവസരം അവിടെയുണ്ട്. അപ്പം കുളിക്കാനുള്ള അവസരം എല്ലാവർക്കും ഒന്നും കിട്ടുകയില്ല. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് പേർക്കൊക്കെ ക്യൂവിൽ നിന്ന് കഴിഞ്ഞാലേ കിട്ടുള്ളൂ. പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ആരും അങ്ങനെ സാഹസത്തിനും മുതിരാറില്ല. പക്ഷേ എനിക്കൊരാഗ്രഹം അവിടെ പോയി ഒന്ന് കുടിക്കണം. ഇത് അമ്മ പറഞ്ഞേക്കുന്നതാണല്ലോ. അപ്പോൾ ഞാൻ വെള്ളം കുടിച്ചു. അങ്ങനെ കുളിക്കാനായിട്ട് ക്യൂവിൽ നിന്നു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു വചനഭാഗം ഈശോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി എന്ന വചനഭാഗമാണ്. അന്ന് രാവിലെ വചനം എടുത്തപ്പോഴും പെട്ടെന്ന് വചനം എടുത്ത് വായിച്ചപ്പോഴും എനിക്ക് ഈ വചനം ഞാനിത് കാണുകയുണ്ടായി. അപ്പോൾ ഈ പുറത്തൊക്കെ ഇരിക്കും ക്യൂ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്ന വചനം ഇതാണ്, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവ് എന്നെ നിറയണം. ഈ സ്നാനം കഴിഞ്ഞ്, ഈ ബാത്ത് കഴിഞ്ഞ്, കുളി കഴിഞ്ഞ് കയറുമ്പോൾ, ഈ വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് നിറയാനായിട്ട് ഇടയാക്കണം. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മനോഹരമാണ്. അതെൻ്റെ ജീവിതത്തെ വളരെ സ്വാധീനിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ക്യൂ നിൽക്കുമ്പോൾ 7 പേർക്കൊക്കെ ഒരു സമയത്ത് 7 പൂളുകളാണുള്ളത്. അവിടെ പോയി കുളിച്ച് തിരിച്ചു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ കുളി കഴിഞ്ഞ് വരുന്ന ഒരു അച്ഛൻ്റെ വേഷത്തിൽ തന്നെ കോളറൊക്കെ ധരിച്ചിട്ടുണ്ട്. യൂറോപ്യൻ അച്ഛനാണ്, വിദേശ ഭാഷകളിലാണ് സംസാരിക്കുക. അപ്പോൾ അച്ഛൻ ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടാണ് വരുന്നത്. എന്നിട്ട് അച്ഛൻ അവിടെ ഇരുന്ന ഞങ്ങൾക്കെല്ലാവർക്കും ഓരോ ലോക്കറ്റ് തന്നു. സ്വാഭാവികമായിട്ടും ലൂർദൊക്കെ അല്ലേ, മാതാവിൻ്റെ ലോക്കറ്റായിരിക്കും തരിക. പക്ഷേ ഈ അച്ഛൻ ഞങ്ങൾക്ക് ലോക്കറ്റ്, അവിടെ ഇരുന്ന ആ ക്യൂവിൽ നിന്ന ഒരു 10-15 പേരുണ്ട്, അവർക്ക് ഈ ലോക്കറ്റ് തന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ലോക്കറ്റാണ്. ആ ലോക്കറ്റാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇതെൻ്റെ ജപമാലയിൽ ഞാൻ ചേർത്ത് വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ജപമാല ഞാൻ കെട്ടിച്ചതാണ് സിസ്റ്റർമാരെ കൊണ്ട്. അപ്പോൾ അങ്ങനെ ഈ ലോക്കറ്റിൽ പരിശുദ്ധാത്മാവിൻ്റെ ചിത്രമാണുള്ളത്. എന്നിട്ട് ഈ അച്ഛൻ ഈ ലോക്കറ്റ് തന്നുകൊണ്ട് പറയുന്നത് ഇത് തന്നെയാണ്, റിസീവ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അപ്പോൾ ഈ രാവിലെ വായിച്ച വചനവും ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള വചനവും, കർത്താവ് പരിശുദ്ധാത്മാഭിഷേകം തരണേന്ന് പ്രാർത്ഥിച്ചാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് അച്ഛനിലൂടെ പറയുന്നത് തന്നെയാണ്, റിസീവ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും. ഇത് വലിയൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങി. ഞാൻ അധികാരോടൊന്നും ഈ അനുഭവം പറഞ്ഞിട്ടില്ല. എങ്കിലും
ഇതെപ്പോഴും എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് ജപമാലയോട് ചേർത്ത് ഞാനെപ്പോഴും കൊണ്ടു നടക്കുന്നത് ജപമാലയോട് ചേർത്ത് ഇത് കെട്ടി ഒരു ഓർമ്മയായിട്ട് പരിശുദ്ധാത്മ എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ അമ്മ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധാത്മാവ് എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്. സ്റ്റെഫാനോ ഗോപി എന്ന വൈദികനോട് പറഞ്ഞു എപ്പോഴും പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവെ വരണമേ. അവിടുത്തെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാമ്മ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. വൈദികനോട് പറയണം എപ്പോഴും നീ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കണം, പരിശുദ്ധാത്മാവ് എന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പം ലൂർദിൽ വെച്ച് ലഭിച്ച ഈ വലിയ അനുഭവം ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പരിശുദ്ധാമ്മ തന്ന അവസരമാണ്. ഇല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു തീർത്ഥാടനം ഞാനിപ്പോൾ പട്ടം കിട്ടിയിട്ട് 5 വർഷമായിട്ടുള്ളൂ, 4.5 വർഷമായിട്ടുള്ളൂ. 3.5 വർഷമായപ്പോൾ ലൂർദിൽ പോകാൻ ഫാത്തിമ, മഡ്ജുഗോറി, മിറാക്കുലസ് മെഡൽ, പാരീസിൽ മിറാക്കുലസ് മെഡൽ, അതുപോലെ തന്നെ റോസ മിസ്റ്റിക്ക, ലൊറേറ്റോ, ഇത്രയും തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരു 15 ദിവസം 19 ദിവസത്തിനുള്ളിൽ പോകാൻ സാധിച്ചെന്നുള്ള വലിയ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുകയാണ്. ദൈവത്തിന് നന്ദി പറയുകയാണ്. പരിശുദ്ധ അമ്മ അർഹിക്കുന്നത് പോലെ അവളെ വണങ്ങാനോ സ്നേഹിക്കാനോ നമുക്ക് സാധിക്കില്ല എന്ന് വിശുദ്ധ കൊച്ചു ത്രേസ്യ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ മരിയ ഭക്തിക്ക് അളവുകളില്ല എന്ന് മനസ്സിലാക്കി തന്ന ഒരു അനുഭവം അച്ഛൻ തൻ്റെ ജീവിതത്തിൽ നിന്നും ഓർത്തെടുക്കുന്നു. 2015 സെപ്റ്റംബർ മാസം 30-ാം തീയതി സ്റ്റേഷൻ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി നോക്കുമ്പോൾ ചെരുപ്പ് ഒരെണ്ണം കാണാനില്ല. 2 ചെരുപ്പ് ഇട്ടിട്ടാണ് കയറിയത്. പക്ഷേ ഇറങ്ങി വന്ന് നോക്കിക്കഴിയുമ്പോൾ ഒരു ചെരുപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് അവിടെ ഇരുന്നവരോടൊക്കെ ചർച്ച ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഒരു ചെരുപ്പായിട്ട് ആരും മാറിയിട്ടുകൊണ്ട് പോയതല്ല, അപ്പോൾ അതെവിടെ പോയാവോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വീണ്ടും പള്ളിയിലേക്ക് കയറി. എന്നിട്ട് ഞാൻ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു ചെരുപ്പ് എന്ത് ചെയ്യുന്ന അറിയത്തില്ല, എന്നാ ചെയ്യണ്ടേ, അടുത്ത് മേടിക്കാൻ കടകളൊന്നുമില്ല, എന്നാൽ ചെരുപ്പിടാതെ പോയേക്കാം. പക്ഷേ ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഒരു തീരുമാനം കൂടി എടുത്തു. ഇനി ഏതായാലും കുറച്ച് നാളെന്നല്ല, ഇനി ചെരുപ്പ് ഇടുന്നില്ല എന്നൊരു തീരുമാനം എടുത്തേക്കാം. അങ്ങനെ ഞാനൊരു തീരുമാനമൊക്കെ എടുത്ത് അപ്പോൾ ഈശോയോട് തന്നെ പറഞ്ഞു ഏതായാലും ഇതൊന്ന് ഉറപ്പിക്കണമല്ലോ, അതുകൊണ്ട് വലത് കാലിലെ ചെരുപ്പാണ് കാണാതെ പോയിരിക്കുന്നതെങ്കിൽ ഞാനിനി ചെരുപ്പിടുന്നില്ല. തിരിച്ച് ഇറങ്ങി വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ കൃത്യം വലത് കാലിൽ ഇട്ടുകൊണ്ടിരുന്ന ചെരുപ്പാണ് കാണാനില്ലാത്തത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഇതേതായാലും ദൈവം ഇടപെടുന്ന ഒരു കാര്യവും കൂടെയാണ്, ഞാൻ ചെരുപ്പിടാതെ നടക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു പ്രേരണയും കൂടെ കിട്ടിയല്ലോ. അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം മുതൽ അപ്പോൾ മുതൽ ചെരുപ്പില്ലാതെ നടക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ഞാൻ പള്ളിയിൽ ചെന്നു, വീണ്ടും ഒന്നുകൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് തീരുമാനിച്ചു ഈ ജീവിതകാലം മുഴുവൻ ചെരുപ്പിടാതെ നടക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? അപ്പോൾ അങ്ങനെ ആലോചിച്ച് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ മൊത്തത്തിലൊരു അങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുക്കണോ ജീവിതത്തിൽ ഇനി ചെരുപ്പിടുകയല്ല എന്നുള്ളത്. അപ്പോൾ അതൊന്നും വേണ്ട എന്നൊരു തീരുമാനം എടുത്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഈ ചെരുപ്പ് തിരിച്ചു കിട്ടുവാണെങ്കിൽ, ഈ നഷ്ടപ്പെട്ടു പോയ ഒരു ചെരുപ്പ് തിരിച്ചു കിട്ടുവാണെങ്കിൽ ഞാൻ ഈ മാസം കഴിയുമ്പോൾ ചെരുപ്പിട്ടോളാം. അതായത് സെപ്റ്റംബർ 30-ാം തീയതിയാണ്. അപ്പോൾ ഒക്ടോബർ മാസം മുഴുവൻ ഞാൻ ചെരുപ്പില്ലാതെ നടക്കും, ചെരുപ്പ് തിരിച്ചു കിട്ടുവാണെങ്കിൽ. അപ്പം അതിനുശേഷം ഒക്ടോബർ മാസത്തിന് ശേഷം ഞാൻ ചെരുപ്പിടും. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെ അന്ന് മുതൽ ഞാൻ പിന്നെ ഒരു തീരുമാനം എടുത്തു, ഏതായാലും ജപമാല മാസമാണ് ഒക്ടോബർ മാസം, കൂടുതൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, 4 ജപമാലയെങ്കിലും വെച്ച് ചെല്ലണം എന്നൊരു ഉറച്ച തീരുമാനമൊക്കെ എടുത്തു. അങ്ങനെ എനിക്ക് ജപമാല ചെല്ലണമെങ്കിൽ ഒരു 25 മിനിറ്റെങ്കിലും ഒക്കെ വേണം, 20-25 മുകളിൽ എങ്ങനെയായാലും വേണം. കാരണം വേറൊരു പണി ചെയ്യുന്നതിനിടയ്ക്ക് ജപമാല ചെല്ലാനായിട്ട് എന്നെക്കൊണ്ട് സാധിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 4 ജപമാല ചെല്ലണമെങ്കിൽ എൻ്റെ 2 മണിക്കൂർ എടുത്ത സമയം ഞാനിങ്ങനെ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ചെലവഴിച്ച് അങ്ങനെ ഇരുന്നൊക്കെ ജപമാല ചെല്ലാറുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സമയമൊക്കെ കണ്ടെത്തി ജപമാല ചെല്ലാനായിട്ട് ആരംഭിച്ചു. ഈ 30 ദിവസവും 31 ദിവസവും ഒക്ടോബർ മാസത്തിൽ 31 ദിവസം ജപമാല ചൊല്ലി ചെരുപ്പിടാതെ നടന്നു. അപ്പോൾ അതൊരു ത്യാഗമായിരുന്നു. കാരണം ആദ്യമായിട്ട് ചെരുപ്പിടാതെ നടക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്, എല്ലാവരും ചോദിക്കുന്നതിന് മറുപടികൾ പറയണം, അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോയി. 31-ാമത്തെ ദിവസം സംഭവിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. 31-ാമത്തെ ദിവസം മാതാവിൻ്റെ നാമത്തിലുള്ള ദേവാലയമാണ്. അപ്പോൾ അവിടെ ജപമാല പ്രദക്ഷിണം ഉണ്ടായിരുന്നു, കുർബാന ഉണ്ടായിരുന്നു. ജപമാല പ്രദക്ഷിണത്തിന് ശേഷം ഞാൻ തിരിച്ച് കയറി പള്ളിമുറിയിലേക്ക് വരുമ്പോൾ എൻ്റെ ചേട്ടൻ്റെ മകളുടെ കൂട്ടത്തിൽ അമലുവിൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു, ആ ഇടവകയിലുണ്ടായിരുന്നു. അപ്പോൾ അവൾ വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു പൊതി സമ്മാനിച്ചിട്ട് പറഞ്ഞു, ഇത് അമലു തന്നു വിട്ടതാണ്, അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. 4-5 ദിവസമായി ഞാൻ വന്നിട്ട്, പക്ഷേ ഇത് ഏൽപ്പിക്കാനായിട്ട് എല്ലാ ദിവസവും ഞാനത് മറന്നു പോകുമായിരുന്നു. ഇന്നാണ് സമയം കിട്ടിയതെന്ന് പറഞ്ഞ് ആ സമ്മാനപ്പൊതി എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ ഞാനത് എടുത്തു, കൊണ്ടുപോയി മുറിയിൽ ചെന്നു. അവസാനം ഞാനത് കിടക്കുന്നതിന് മുമ്പ്, ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അതൊന്ന് തുറന്നു നോക്കി പിന്നെ അത്ഭുതപ്പെടുത്തി. അതിൽ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഒരു ചിത്രമായിരുന്നു. ചിത്രം എന്ന് വെച്ചാൽ ഫ്രെയിം ചെയ്ത ഒരു ചിത്രം, ഒരു മനോഹരമായ ചിത്രം. വിമല ഹൃദയം എന്ന് വെച്ചാൽ അതുപോലെ മനോഹരമായ ഒരു ചിത്രമാണത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇതെല്ലാം കൂടെ കൂട്ടിയിണക്കി വായിക്കാനായിട്ട് ചിന്തിക്കാനായിട്ട് സാധിച്ചു. സെപ്റ്റംബർ 30-ാം തീയതി സംഭവിച്ചതും ഈ ത്യാഗപൂർവമായി ജപമാല ചൊല്ലിയതും
ഈ ദിവസം ജപമാല മുടങ്ങാതിരിക്കാൻ ശ്രദ്ധിച്ചതും ഒക്കെ കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഒരു ഭക്തി വർദ്ധിക്കാനായിട്ട് അതിടയായി. പരിശുദ്ധ അമ്മ തന്ന ഒരവസരമാണ്, അല്ലാതെ ഞാൻ ബുദ്ധിപൂർവ്വമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ഭക്തി ഉണ്ടാവാൻ വേണ്ടി ചെയ്തൊരു കാര്യമല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു, അതൊക്കെ എനിക്ക് അനുഗ്രഹമായിട്ട് മാറി. അങ്ങനെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണകൾ, പരിശുദ്ധ അമ്മ നൽകുന്ന പ്രേരണകളും അനുസരിച്ച് ജീവിക്കാനായിട്ട് സാധിച്ചപ്പോൾ, കേട്ട കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനായിട്ട് സാധിച്ചപ്പോൾ അതെല്ലാം അനുഗ്രഹമായി മാറുന്നത് എനിക്ക് ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് സാധിച്ചു. എനിക്ക് എല്ലാവരോടും പറയാനുള്ളതും അത് മാത്രമാണ്.